മലയാള സിനിമയിലെ മഞ്ഞിൽ വിരിഞ്ഞൊരു സുന്ദരമായ പൂവ്. ലാലേട്ടന് ഇഷ്ടമല്ലാത്തതായി ആരാണല്ലേ ഉണ്ടാവുക? ആ മനുഷ്യനെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളും കഥകളും പറയാൻ ഏറ്റവും പറ്റിയൊരിടം തിരുവനന്തപുരമാണ്. ഇവിടെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരുപാട് ഇടങ്ങളുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ ചില ആൾക്കാരെ കണ്ടാലോ, ചില ഇടങ്ങളൊന്ന് കണ്ടാലോ? അഡ്വക്കേറ്റ് വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും വീടാണിത്. നമ്മുടെ കൊച്ചു ലാലു കളിച്ചു വളർന്ന വീട്. ഈ വഴികളൊക്കെ അദ്ദേഹം ഓടിക്കളിച്ചാണെന്നൊക്കെ വേണം നമുക്ക് പറയാം. മാത്രമല്ല ഈ വഴികളൊക്കെ മലയാള സിനിമയിലുമുണ്ട്. തിരനോട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ ഈ വഴികളിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത്. മാത്രമല്ല എസ് കുമാർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആദ്യമായി ക്യാമറ വെക്കുന്നത് ആ സിനിമയ്ക്ക് വേണ്ടിയാണ്. അത് ഷൂട്ട് ചെയ്ത വഴികളാണ്. ഞാൻ തുടങ്ങുന്നത് ലാല് തുടങ്ങുന്നതും ഒരേ ഫിലിമാണ്, തിരനോട്ടം. അപ്പോൾ ആദ്യത്തെ ഷോട്ട് അവിടെ ആയിരുന്നു, ലാലിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ ക്ലൗഡ് പാസ് ചെയ്യുന്ന സമയത്ത് ഷോട്ട് കട്ട് ചെയ്തിട്ട് ഒന്നേ നടക്കുമല്ലോ, അതുപോലെ എനിക്കറിയില്ലായിരുന്നു. ലാല് സൈക്കിൾ ഓട്ടിയിട്ട് വരുമ്പോൾ ഒരു ക്ലൗഡ് ഇങ്ങനെ പാസ് ചെയ്തു. പക്ഷെ അത് ഷോട്ടിൽ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൽ പിന്നെ ലാല് വീഴുന്നു, അതൊക്കെയായിരുന്നു ലാലിൻ്റെ ഫസ്റ്റ് ഷോട്ട്. എൻ്റെയും ലാലിൻ്റെയും ഫസ്റ്റ് ഷോട്ട് അതാണ് നമ്മുടെ തുടക്കം. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നടനാവുന്ന ഒരാളെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എൻ്റെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്ന പറഞ്ഞപ്പോൾ എനിക്കൊരു ബോധമില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ് ശരിക്കും. മലയാളികളുടെ മനസ്സിലുണ്ടാവുന്ന ധാരാളം സിനിമകളുടെയൊക്കെ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നുള്ളതാണ് ശരിക്കും. ഇപ്പോൾ തന്നെ കിരീടം എന്നുള്ള സിനിമ ഇപ്പോൾ മദ്രാസിൽ പ്രസാദിൽ വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തിളഞ്ചേട്ടൻ ജയിലിലിട്ടൊരു അടി കൊടുത്തതിന് ശേഷം, സ്റ്റേഷനിലിട്ട് അടി കൊടുത്തതിന് ശേഷം ചോറ് കൊടുക്കുമ്പോൾ ലാലിൻ്റെ അന്ന് ലാലിനെ ഷൂട്ട് ചെയ്തപ്പോൾ ലാല് തറയിൽ തന്നെ ഇരിക്കുകയായിരുന്നു ലൈറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റെല്ലാം മാറ്റി നിർത്തിയിട്ട് ആ സൈലൻസിൽ ഞാൻ മാത്രമായിരുന്നു ലൈറ്റപ്പ് ചെയ്യും ഷോട്ട് എടുത്ത്. വല്ലാതെ വേദനിച്ചല്ലോ മോനെ എന്ന് തിലഞ്ചേട്ടൻ ചോദിക്കുമ്പോൾ ലാലിൻ്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരു മോൻ്റെയാണ്. ആ ഷോട്ട് കഴിഞ്ഞപ്പോഴേ സൈലൻ്റായി. പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് ക്യാമറ കട്ട് ചെയ്തതിന് ശേഷം. അത് ഞാൻ പലപ്പോഴും പറയണ്ടായിരുന്നു. എന്നെ വേറൊരു സിനിമയിലും കരയിച്ചതാണ് മോഹൻലാൽ. താളവട്ടത്തിൻ്റെ ഒരു ക്ലോസപ്പ് കുറവുപോലെ തോന്നിയിരുന്നു. ഞങ്ങൾ ഹോട്ടലിൽ വെച്ച് ഷൂട്ട് ചെയ്ത് മദ്രാസ് വെച്ചിട്ട്. എല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വെറുതെ കോമയായിട്ട് കിടക്കുന്ന ഒരു ആക്ഷൻ കിടക്കുന്ന മോഹൻലാൽ കണ്ട് വേണിച്ചിട്ടം ഞെക്കിക്കൊല്ലുന്നില്ലേ. അപ്പോൾ എന്നെ ക്ലോസപ്പ് ഷൂട്ട് ചെയ്തപ്പോൾ വേറെ 2 നേരം ഉണ്ടായിരുന്നു. ക്യാമറയും ഞാനും പ്രിയനും ലാലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തി ഞെരിച്ചപ്പോൾ ഒരു സൗണ്ട് കേട്ടു, ഒരു എല്ല് പൊട്ടുന്ന സൗണ്ട് പോലെ. അപ്പോൾ പ്രിയൻ അവിടെ നിന്ന് ഓടി മാറിക്കളഞ്ഞു. അത് കഴിഞ്ഞു ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനും കേട്ടു എന്നും എനിക്ക് തോന്നി. ഞാനിങ്ങനെ കരയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനെ കൊല്ലുന്ന പോലും എനിക്ക് തോന്നിയിരുന്നു. അത്ര ഭയങ്കര ഇമോഷനായിരുന്നു ലാലിൻ്റെ ആ ഒരു റിയാക്ഷൻ. ലോക സിനിമയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച നായകന്മാർക്ക് ഫ്രെയിം വെച്ചിട്ടുള്ള ഒരാളാണല്ലോ. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ലാലേട്ടൻ, അല്ലെങ്കിൽ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഉള്ള ലാലേട്ടൻ മറ്റു നായകന്മാരെ വെച്ച് എങ്ങനെ വ്യത്യസ്തനാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു സിനിമറ്റോഗ്രാഫറെ വിസ്മയിപ്പിക്കുന്നത്? എങ്ങനെയാണ്? ലാല് വളരെ നോർമലായിട്ട് വരുള്ളൂ. വന്നതിന് ശേഷം നമ്മളെ കരയിപ്പിക്കുന്ന പല സീനിയുടെ ഡയലോഗ് പറയും, അല്ലെങ്കിൽ ലാല് കരഞ്ഞുകൊണ്ട് അഭിനയിക്കുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ലാല് അടുത്തിരിക്കുന്ന ലൈറ്റ് ബോയ്സിൻ്റെ മുഖത്തൊക്കെ തട്ടിയിട്ട് എന്തൊക്കെയുണ്ട് ഷാഗുല മറ്റേണ്ട വസ്തുത നോർമലായി കളയും. അത് വേറൊരു ആക്ടർക്ക് ഉണ്ടാവില്ല. അപ്പം ഒരു കിരീടത്തിൽ തന്നെ കത്തി താഴെയിട എന്ന് പറയുമ്പോൾ ലാലിൻ്റെ ആക്ഷൻ അപ്പോഴും വന്നതാണ്. ഒരു ചവച്ചിട്ടൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ലാലിനോട് ചോദിച്ചത് എങ്ങനെ ലാൽ വന്നു? എനിക്കറിയത്തില്ല, അങ്ങ് വന്നതാണ്, ആ സമയത്ത് വന്നതാണെന്ന് പറയുന്നത്. അതൊരു ലാലൊരു മാത്രമുള്ളൊരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു ശരിക്കും. അങ്ങനെ ഒരു ആക്ടർ വേറെ ഉണ്ടാവുന്നില്ല. ഒരു സ്ട്രെയിനും ഇല്ലാതാണ് ലാലിൽ അഭിനയിക്കുന്നത് ശരിക്കും. തൈക്കാട് ഗവൺമെൻറ് മോഡൽ ബോയ്സ് സ്കൂൾ മോഹൻലാൽ വിശ്വനാഥൻ എന്ന വിദ്യാർത്ഥിയെയും ആ വ്യക്തിയെയും വാർത്തെടുത്തതിൽ ഈ സ്കൂളിന് വലിയൊരു പങ്കുണ്ട്. കൊച്ചുലാലിലെ കലാകാരനെ ആദ്യമായി അറിഞ്ഞിട്ടുണ്ടാവുക ഈ സ്കൂളിലെ ക്ലാസ് മുറികളിലാണ്. ആ അഭിനേതാവിനെ ആദ്യം കണ്ടിട്ടുണ്ടാവുക ഈ സ്കൂളിലെ വേദികളാണ്. അതുപോലെ തന്നെ പാട്ടുപാടിയും ഡാൻസ് കളിച്ചും അഭിനയിച്ചും ഇവിടുത്തെ വേദികളിൽ ആ മനുഷ്യൻ നിറഞ്ഞു നിന്നിട്ടുണ്ട്.
ലാലേട്ടൻ്റെ ബാല്യകാല സുഹൃത്തുക്കളിൽ ഒരാൾ. അദ്ദേഹം ആദ്യമായിട്ട് വേദിയിൽ ഒരു നാടകം ചെയ്തപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത ഒരാൾ. ആ നടനെ ആദ്യമായിട്ട് കണ്ട ഒരു മനുഷ്യനെന്ന് തന്നെ പറയാം. എന്തായിരുന്നു ആ അനുഭവം? ഓർമ്മയുണ്ടോ ആ കാലഘട്ടമൊക്കെ? ഞാൻ സ്കൂളിൽ ഈ പറഞ്ഞ ഒരു മാസ് ക്ലബ് സെക്രട്ടറിയും അടുത്ത 3 കൊല്ലം അടുത്തടുത്ത് ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ട് 10ാം ക്ലാസ് പാസ്സായി പോയതിന് ശേഷം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോഹൻലാലും ഗ്രൂപ്പ് എന്നെ വന്ന് കണ്ടിട്ട് ഒരു നാടകം അഭിനയിക്കണം എന്ന് പറയുകയാണ്. അപ്പം ഞാൻ അന്ന് ജനകീയത്തിൽ വന്ന കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. അപ്പോൾ ആ നാടകത്തിന് ഫസ്റ്റ് പ്രൈസും കിട്ടി, മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറും കിട്ടി ആ യൂത്ത് ഫെസ്റ്റിവലിന്. അപ്പം മോഹൻലാൽ പലപ്പോഴും പറയും എൻ്റെ ഒരു കൈപ്പുണ്യമാണ്, അതാണ്, അതുകൊണ്ടൊക്കെയാണെന്നൊക്കെ പറയും. ഞാൻ പറയും അതിലൊന്നും ഒരു സത്യമില്ല. ബിക്കോസ് ആ നാടകത്തിൽ വേറെ മോഹൻലാലിനെ കൂടാതെ 7 പേരെ അഭിനയിച്ചു. അവരാരും പിന്നെ ഒരു റേഡിയോ നാടകത്തിൽ പോലും വന്നില്ല. ഇത് മോഹൻലാലിന് വിധിക്കപ്പെട്ട ഒരു ജന്മമാണ്. പുള്ളി ഇപ്പോൾ ഏതാണ്ടല്ലേ ഫാൽക്കെ അവാർഡ് വാങ്ങിച്ച പൊസിഷനെത്തി. എൻ്റെ ആഗ്രഹത്തിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഇനി അദ്ദേഹത്തിന് ഭാരതരത്നം കൂടെ കിട്ടണം. അത്രയും ഡിസർവിങ് പേഴ്സണാലിറ്റി അല്ലേ. ഒന്നത് ഞാൻ പറയും നല്ലൊരു ആക്ടർ എന്നൊക്കെ ഉള്ളത് മാത്രമേ നിങ്ങൾക്കറിയാവൂ. പക്ഷേ ഇത്രയും സൗമ്യനായ, ആരെയും വഴക്ക് പറയാത്ത, കുറ്റം പറയാത്ത ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് ഐശ്വര്യങ്ങൾ അദ്ദേഹത്തിനെ എപ്പോഴും തേടി എത്തിക്കൊണ്ടേയിരിക്കും. ആക്ടിങ് കരിയർ തുടങ്ങി അന്ന് തൊട്ട് 24 മണിക്കൂർ സിനിമയ്ക്ക് വേണ്ടി ഒന്നുകിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഷോ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക, യാത്രകൾ. ഇത്രയും ഞാൻ എൻ്റെ ജീവിതത്തിൽ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പം തുടരുന്നുള്ള സിനിമയ്ക്കൊക്കെ വെളുപ്പിന് 6 മണിയാണ് ഷൂട്ടിങ്, എത്രയോ ദിവസങ്ങൾ. പക്ഷെ വേറെ ആരാണെങ്കിലും ഒരു ദിവസം ഒന്ന് ഉച്ചവരെ ഉറങ്ങട്ടെ, ഞാൻ നാളെ ഒരു ദിവസം എനിക്ക് വയ്യ, പനി എന്നൊക്കെ പറയും. ഒന്നും പറയില്ല. അപ്പം പുള്ളിയുടെ ആ ഒരു കഠിന പ്രയത്നത്തിന്, അല്ലെങ്കിൽ ഇതിനെ ഒരു ദൈവികമായിട്ട് കണ്ടിട്ടുള്ള പുള്ളിയുടെ ഒരു പോക്കില്ല. അതിന് ഈ പറഞ്ഞ ഒരു ഫാൽക്കെ അവാർഡ് പോരാ, ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഭാരതരത്നം കൂടെ കൊടുക്കണം. ഒരുപാട് സിനിമകളിൽ അങ്ങ് കൂടെ അഭിനയിച്ചു, നിർമ്മാതാവിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പം അങ്ങയുടെ കൂടെ ചെയ്ത സിനിമകളിൽ ആ ഒരു അനുഭവം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിമിഷം, അല്ലെങ്കിൽ ഒരു കഥാപാത്രം എന്നൊക്കെ പറയാനാണെങ്കിൽ ഏതാവും? അല്ല, അങ്ങനെയല്ല. മോഹൻലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറയണ്ട, അദ്ദേഹത്തിനെ വെച്ച് പടം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് ആക്ടറിനെ കൊണ്ട് പടം ഡയറക്റ്റ് ചെയ്താലും അവർക്ക് സംതൃപ്തി വരില്ല. കാര്യം അത്രയും വളരെ കോപ്പറേറ്റീവാണ്. ഞാനും മോഹൻലാലിൻ്റെ 55-56 സിനിമകൾ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്. ആ കാലത്ത് അഭിനയിച്ച പടങ്ങളെല്ലാം ഒന്നുകിൽ 100 ദിവസം 75, ഇപ്പോഴല്ലേ 25 ദിവസത്തിനപ്പുറം ഒരു സിനിമ പോകാത്തത്. പിന്നെ ഈ പറഞ്ഞ ഒരു ആനയുടെ വലിപ്പം അറിയുന്നില്ല. മോഹൻലാലിൻ്റെ വിചാരം ഇപ്പോഴും ഒരു സാധാരണ ചെറിയ ആളെന്നുള്ള മട്ടിലാണ് പുള്ളിയുടെ ജീവിതവും പെരുമാറ്റവും എല്ലാം. അല്ലാതെ അതിനകത്തൊരു ഷോ ഓഫ് ഫിലിം ആക്ടർ എന്നുള്ള ഒരു ജാട ഒന്നും ഇല്ലാത്ത ഒരാളാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഈ മനുഷ്യനെ ഇതുപോലെയുള്ള കഥാപാത്രങ്ങളിലാണ് ഇനിയും അധികം കാണാൻ ആഗ്രഹമെന്ന് തോന്നിയൊരു സിനിമ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഏതാവും? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരാൾ 1-2 ക്യാരക്ടർ നമുക്ക് എടുത്തു പറയാം. ഈ ചെയ്ത 364 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 360 ഉഗ്രം ക്യാരക്ടേഴ്സാണ്. ഇപ്പം ഞാൻ 5 പടം മോഹൻലാലിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് വെള്ളാനങ്ങൾ നാടിലെ CP എന്നായിരുന്നുള്ള ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോ എടുക്കുമ്പോൾ അതിലെ സ്തുതി. അപ്പോൾ ഞാൻ അതിലും പെർഫോമൻസ് കൊണ്ട് അന്തം വിട്ടിട്ടുണ്ട്, ഓട്ടോ കണ്ടപ്പോഴും അന്തം വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു നാൾ വരും, പിന്നെ ഒന്നും വേണ്ട, അദ്ദേഹത്തിന് വെച്ചെടുത്ത് സൂപ്പർ ഹിറ്റ് പടം ചോട്ടാ മുംബൈ. ഇപ്പോൾ റിലീസ് ചെയ്തപ്പോഴും അത് ഗംഭീരമായിട്ട് പോയി. മോഹൻലാലിൻ്റെ വിവിധ ഭാവഭേദങ്ങളൊക്കെ, ഭാവാഭിനയങ്ങൾ കംപ്ലീറ്റ് ക്യാമറയുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്ത് സജഷൻ വേണോ പറയാം. അവിടെ ഒരു ഈഗോ, ഇവനായിരുന്നു നമ്മൾ അഭിനയം പഠിപ്പിക്കാമെന്ന് ചോദിക്കത്തില്ല. ഏതോ ഒരു ഷോയിൽ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുന്ന, ആണോ അങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള ആളാണ്. അല്ലാതെ ഒരു ഈഗോയും ബഹളങ്ങളും ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ നല്ലൊരു ഹ്യൂമൻ ബീങ് അല്ലേ, ഈസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. അങ്ങനെ ഒരാളിനെ തേടി എല്ലാം എത്തും. മോഹൻലാൽ എന്ന നടനെ ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരുപാട് നല്ല സൗഹൃദങ്ങൾ പിറവിക്കൊണ്ടൊരിടമാണിതെന്ന് പറയാം. കാരണം മോഹൻലാലിന് സമകാലികരായി പഠിച്ചവരും അതിനു മുൻപ് സീനിയറായിട്ട് പഠിച്ച ഒരുപാട് പ്രമുഖർ ഇന്നും ഫീൽഡിലുണ്ട്. ആ ഒരു സൗഹൃദം മുഴുവൻ രൂപപ്പെട്ടതും അതുപോലെ തന്നെ സിനിമകളെക്കുറിച്ചും നാടകങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതും ആ ഒരു ഇടമാണിത്. ഒരുപാട് പ്രിയപ്പെട്ട, ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന MG കോളേജ്. കൈവിട്ടുപോയ ജീവിതത്തെ ഓർത്ത് എല്ലാം തകർന്നവനെ പോലെ മലയാളികളുടെ ഇടനെഞ്ചിലൊരു വേദന കോറിയിട്ട് സേതുമാധവൻ നടന്നിറങ്ങിപ്പോയ വഴികളാണ്. എത്രയെത്ര കഥകളാണല്ലേ ഓരോരുത്തർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. എത്രയെത്ര ഓർമ്മകളാണ് ഓരോ സ്ഥലത്തിനും പങ്കുവയ്ക്കാനുള്ളത്. പ്രിയപ്പെട്ട ലാലേട്ട, നിങ്ങളിങ്ങനെ മലയാള സിനിമയുടെ നെറുകയിൽ ഒരു സൂര്യകിരീടമായി ജ്വലിച്ചു നിൽക്കണം. അതൊക്കെയാണ് ഞങ്ങൾ ഓരോ മലയാളി പ്രേക്ഷകരുടെയും ആഗ്രഹം. മാതൃഭൂമിയുടെ മുഴുവൻ സ്നേഹാശംസകൾ നേരുകയാണ്.